ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. റൂബി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നിതാ പുറത്ത് പോണൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എവിടേക്കാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കാണിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഏകദേശം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ആ സ്പോട്ടിൽ എത്തി തുടങ്ങി. എന്താ വേറെ ഒന്നുമല്ല, നമ്മുടെ പാണക്കാട് അങ്ങോട്ടാണ് കേട്ടോ. ഞങ്ങളിന്ന് ഈവനിങ്ങിനായിട്ട് അങ്ങോട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി തുടങ്ങി മഴ തുടങ്ങി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കടയിലേക്ക് നേരെ കയറി. ഉപ്പിലിട്ട സാധനങ്ങൾ, അതേപോലെ ചായ, നല്ല ചൂടുള്ള ചായ, അതേപോലെ നല്ല എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അതുകൊണ്ട് ഇരിക്കട്ടെ എഴുതിയിട്ട് കുറച്ച് എണ്ണക്കടികളൊക്കെ ഓർഡറാക്കി, ചായയാക്കി. മഴ പെയ്യണമുണ്ട്, അപ്പം അതൊരു രസമല്ലേ എഴുതിക്കാണ്ട്. എന്തായാലും മഴയല്ല, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ കഴിയണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അത് കഴിച്ചു. അങ്ങനെ ഏകദേശം മഴ അങ്ങ് നിന്നിട്ടോ. മഴ നിന്നതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഇറങ്ങി. അങ്ങനെ മക്കളെ കൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ അവർ ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പൈനാപ്പിൾ എടുത്തു, അതേപോലെ മാങ്ങ എടുത്തു, ക്യാരറ്റ്, അങ്ങനെ 2-3 ഐറ്റമൊക്കെ എടുത്ത് അതിക്ക് ഒരു മസാലയൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞങ്ങൾ പാർസലാക്കിയതുകൊണ്ട് കവറിൽ മസാലകളൊക്കെ ഇട്ട് തന്നു. അവിടെ ഉണ്ട് കേട്ടോ എണ്ണക്കടികൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ വാങ്ങി. അങ്ങനെ മക്കളൊക്കെ കഴിക്കണം കേട്ടോ ഉപ്പിലിട്ടതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ എനിക്കിഷ്ടതാണ് കേട്ടോ പൈനാപ്പിൾ ഉപ്പിലിട്ടത്. ഞാനിനി എവിടെ പോവുകയാണെങ്കിലും ഉപ്പിലിട്ടത് വാങ്ങുകയാണെങ്കിൽ അതാണ് ഞാൻ വാങ്ങുക. എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അടുത്തത് എന്താണെന്ന് വിചാരിച്ച് പോകുമ്പോൾ അടുത്തതിലുണ്ട് ഇതേപോലെ പാനിപ്പൂരി, മസാലപ്പൂരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കരുത്. ഞങ്ങൾ മസാലപ്പൂരി ഓർഡറാക്കി. അങ്ങനെ അത് കിട്ടി. അങ്ങനെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കേട്ടോ കഴിക്കാൻ, ടേസ്റ്റൊക്കെ ഉണ്ട്. മക്കളും തന്നെ ഇഷ്ടമായിക്കണമെന്ന് പറഞ്ഞു. അവർക്കും ഇഷ്ടമായിക്കണം, അവരും കഴിച്ചു. ഒരു പ്ലേറ്റിന് വാങ്ങിയത്. അങ്ങനെ ഞങ്ങളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ നടക്കുകയാണ്. അത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇന്ന് മഴയായിട്ടാണ് തോന്നുന്നത്, നല്ല ആളുകളെ കുറവുണ്ട് കേട്ടോ, തിരക്കൊന്നുമില്ല. ഇപ്പം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിലൊക്കെ ആളുകളെ തിരക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ ഇവിടെ വെയിറ്റ് ചെയ്യണട്ടെ ഗൈസ്, ഇതിന് വേണ്ടിയിട്ട്. മക്കള് തീരെ കഴിക്കാത്തൊരു സംഭവമാണത്. എങ്ങനെയുണ്ട്? ഇന്നിവിടെ നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. ഒന്നാമത് മഴ, ഞങ്ങൾ ഇറങ്ങിയപ്പോഴും തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തേരാണ് എന്നിട്ട് നിന്നത്. അതുകൊണ്ട് ഒന്ന് ഇവിടെ ആളുകളൊക്കെ കുറവാണ്, മറ്റിവിടെയൊക്കെ നല്ല ഉണ്ടാവലുണ്ട്. അങ്ങനെ അത് ഓർഡർ 5 മിനിറ്റ് അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സാധനം കിട്ടിയിട്ടോ. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. മക്കൾ ചൂടെന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ നിന്നു. എന്തായാലും അവരാദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കണത്. അവർക്ക് ഇഷ്ടമായിക്കണമെന്ന് തോന്നണേ. എന്നിട്ട് അവർ രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചൂട് കാരണം അവർ കുറച്ചിങ്ങനെ ഇതായിട്ട് നിന്നു. എങ്ങനെയായാലും അവരും കഴിച്ചു, അവർക്ക് കുഴപ്പമൊന്നുമില്ല. സംഭവം എങ്ങനെ? നിങ്ങൾ ഫസ്റ്റ് കഴിക്കല്ലേ? അത് ലൈഫിൽ ആദ്യമായിട്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിന്നുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. 2-3 ഐറ്റമൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല. അങ്ങനെ ഇനി അടുത്തത് പോണത് തൂക്കുപാലുണ്ട് ഇവിടെ. അങ്ങനെ അതിലൊന്ന് കയറാന്ന് പറഞ്ഞിട്ട് മക്കളെയും കൊണ്ട് അവിടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ജയിച്ചേക്കണ കിടക്കണൊക്കെ ആ ഭാഗമാണിത്. അങ്ങനെ എന്താ പറയുക, ആൾക്കാരും കുറവാണ് കേട്ടോ. കുറച്ചിട്ട് ആൾക്കാരായിട്ട് ഉള്ളതിന്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തുമ്പോൾ കൂടെ അങ്ങനെ നടക്കുകയാണ്. അതൊരു വേറൊരു വൈബാണ് കേട്ടോ. തൂക്കുപാലത്തുമ്പോൾ കൂടെ മക്കളെയൊക്കെ കൊണ്ട് അവരും തന്നെ നല്ല ഹാപ്പിയാണ്. അവർക്കും നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കാരണം ഒഴിഞ്ഞ് കിട്ടണം. മറ്റേത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എപ്പോഴായാലും ഒരു ഫോട്ടോ എടുക്കാനും കൂടി കഴിയാറില്ല, തിരക്ക് കാരണം. അങ്ങനെ തൂക്കുപാലത്തുമ്മലൊക്കെ നിന്ന് അവർ ഓടി കളിച്ചിട്ടും ഇതാക്കിയിട്ടും അവരുടേതായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് അങ്ങനെയും ചെയ്തു. കുട്ടികൾക്കും നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുറേ സമയം പുഴയ്ക്കൊക്കെ നോക്കി നിന്ന് നല്ല രസം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി സംഭവം. ഒന്നാമത് തിരക്കൊന്നുമില്ല, നമ്മളെ ഇഷ്ടം പോലെ ഇങ്ങനെ നടന്നിട്ടും നോക്കിയിട്ടും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അപ്പുറത്ത് വെക്കണ 2 ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കണമെന്ന് തോന്നുന്നത്. മീനിങ്ങനെ ചൂണ്ടിലിട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേ ഉണ്ട് കേട്ടോ. അവർ മീൻ കിട്ടാറുണ്ടാവും ഈ കാര്യം വേണമെങ്കിൽ. ഓല അപ്പോഴേ ഉണ്ട്. ഇതാണ് പോയിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ പിന്നെ ഈ ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ നേരത്തെ ടീ കുടിച്ച സ്ഥലം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അത്.
അങ്ങനെ പിന്നെ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയം ഒരുപാടായിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലേക്ക് എത്തും വേണം. പിന്നെ മഴ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാണിച്ചത് മറ്റത്തൂര് പാണക്കാടാണ് കേട്ടോ. പാണക്കാട് പോയിന്റ് ഇവിടെയൊക്കെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ബൈ ബൈ.